നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ബംഗളൂരുവിലെ 3000-ഓളം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ രാത്രിക്ക് രാത്രി ബുൾഡോസർ വെച്ച് കുടിയിറക്കിയ ക്രൂരകൃത്യത്തിനെ ഹൈകരിച്ച ഒരേയൊരു സംഘടന മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുള്ള KMCC-യാണ്. ബംഗളൂരു KMCC-യുടെ നേതാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ വ്യാപകമായിട്ട് ന്യായീകരിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ സംഭവമല്ല. മുമ്പ് ബാബരി മസ്ജിദ് തകർത്തപ്പോഴും നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഒത്താശയോടുകൂടി സംഘപരിവാർ ആ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ച് തകർത്തപ്പോഴും അതിനെ ന്യായീകരിച്ച ഒരേയൊരു പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്ന് കോൺഗ്രസിന്റെ കൂടെ അധികാരം പങ്കിടണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ താല്പര്യം. ഇപ്പോ ബംഗളൂരുവിലെ ഈ അതിക്രമത്തെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന KMCC ന്യായീകരിക്കുന്നത്? കർണാടകയില് കോൺഗ്രസിന്റെ സഖ്യകക്ഷി അല്ലല്ലോ മുസ്ലിം ലീഗ്. അപ്പൊ അവിടെ മുസ്ലിം ലീഗിന് എന്തെങ്കിലും കോട്ടം പറ്റുമെന്ന് കരുതിയിട്ടല്ല. നേരെ മറിച്ചോ, കേരളത്തിലെ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങാനും മുസ്ലിം ലീഗിന്റെ സാധ്യതയെ ബാധിക്കുമോ എന്നുള്ള ബേജാറാണ് ലീഗിന്. അതുകൊണ്ടാണ് ഈ KMCC കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ ലീഗിനെ സംബന്ധിച്ച് സമുദായത്തിന്റെ സംരക്ഷണമോ മനുഷ്യരുടെ പ്രശ്നമോ ഒന്നുമല്ല വിഷയം. അവർക്ക് അധികാരം മാത്രമാണ് വിഷയം. അതിനുവേണ്ടി ബാബരി മസ്ജിദ് തകർത്ത സംഖ്യകളെ ന്യായീകരിക്കും. അതുപോലെ ബംഗളൂരുവിലെ സിദ്ധരാമയ്യ സർക്കാർ ചെയ്ത ഈ ക്രൂരകൃത്യത്തെയും ന്യായീകരിക്കും. ലീഗിനെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. KMCC-ക്കാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി താല്പര്യങ്ങളുണ്ട്. ഇതിന്റെ പേരിൽ ഇനി കുറെ പിരിവായി, ചാരിറ്റിയായി, എന്നിട്ട് തള്ളിമറിക്കലായി, ഞങ്ങളാണിത് മൊത്തം ചെയ്യുന്നത് എന്ന് പറയാനുള്ള ഒരു അവസരം കൂടി അവർക്ക് കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് മുസ്ലിം ലീഗ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും SDPI-ക്കാരും പോലും അതിനെ ന്യായീകരിച്ചിട്ടില്ല. ഈ ലീഗ് മാത്രം, KMCC മാത്രമാണ് ന്യായീകരിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം.